ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ചോദ്യമാണ്. കറണ്ട് അഫയേഴ്സ് ചോദ്യം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ എക്സാമിന് ചോദിച്ച ചോദ്യം എങ്ങനെ പഠിക്കണം, അടുത്ത സ്റ്റേജ് 2 വേണ്ടി എങ്ങനെ പഠിക്കണം എന്നാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ സി എ ക്വസ്റ്റ്യൻ കോഡ് സി ക്വസ്റ്റ്യനിലെ ക്വസ്റ്റ്യനാണ് നമ്മൾ നോക്കുന്നത്. കോഡ് സി 97/2025 3 ചോദ്യങ്ങൾ നോക്കുന്നു. ഓരോ സെറ്റായിട്ട് നമുക്ക് നോക്കിപ്പോവാം. ഒന്നാമത് ക്വസ്റ്റ്യൻ 3 എന്ന് പറയുന്നത് കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ചോദ്യം. കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യമാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ മെയ് ജൂൺ മാസങ്ങളിലാണ് 2 കപ്പൽ അപകടങ്ങൾ നടന്നത്. അത് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ചോദ്യം. അടുത്ത ക്വസ്റ്റ്യൻ 47 സയൻസ് ഭാഗത്ത് ചോദിച്ചതാണ്. ഇത് കറണ്ട് അഫയേഴ്സ് എന്ന് പറയാൻ പാടില്ല, പക്ഷേ ഈ സയൻസ് ചോദിക്കാൻ കാരണമായത് ഈ കറണ്ട് അഫയേഴ്സ് ആണെന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ കപ്പൽ അപകടമാണ്, അത് ജൂൺ മെയ് മാസങ്ങളിൽ നടന്ന ആ കപ്പൽ അപകടത്തെ റിലേറ്റ് ചെയ്താണ് ഈ ചോദ്യം വന്നതെന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ 8ാമത്തെ ചോദ്യം പഹൽഗാം ഭീകര ആക്രമണവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. ഏപ്രിൽ മാസത്തിലാണ് ഈ കറണ്ട് അഫയേഴ്സ് വന്നത്. നോക്കുക, ഇപ്പൊ കൃത്യമായിട്ട് അനലൈസ് ചെയ്താണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പൊ ആദ്യത്തെ ചോദ്യം ഇങ്ങനെയായിരുന്നു. 3ാമത്തെ ചോദ്യം 1925. ഇതൊരു പ്രശ്നമുള്ളതാണ്. ഈ 1925 ഇങ്ങനെ ഒരു കപ്പൽ അപകടം നടന്നു എന്ന് നോക്കിയിട്ടൊന്നും കിട്ടുന്നില്ല. 2025 ജൂണിലാണ് ഒരു കപ്പൽ അപകടം നടന്നത്. 1925 നടന്നതായിട്ട് നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, ഞാൻ നോക്കിയിട്ടൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ 1925 ജൂൺ ക്വസ്റ്റ്യൻ അതേപോലെ വായിക്കുകയാണ്. ജൂണിൽ അഴീക്കൽ തീരത്ത് 44 നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് കത്തിയമർന്ന കപ്പൽ കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് ഏത് തുറമുഖത്തെയാണ് യാത്ര തിരിച്ചതെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, നവശേവ. ഓക്കെ, ഇപ്പോൾ GK ഭാഗം പഠിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ അത് നമ്മൾ GKയുടെ ഭാഗം പഠിക്കുമ്പോൾ അത് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു പോവാം. 2ാമത്തെ ചോദ്യം ഇങ്ങനെയായിരുന്നു. 47ാമത്തെ ചോദ്യം സി കോഡിൽ ഒരു ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ടാൽ അതിലെ കണ്ടെയ്നറുകളിൽ കാൽസ്യം കാർബൈഡ് ഉണ്ടെങ്കിൽ അതിൽ ജലവുമായി സമ്പർക്കമുണ്ടായാൽ പുറത്തു വരുന്ന വാതകം ഏത് എന്നാണ് ചോദ്യം ഉണ്ടായിരുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, അസ്റ്റലിൻ. ഓക്കെ, അസ്റ്റലിൻ. ക്ലിയർ. അപ്പോൾ ഇനി ശ്രദ്ധിക്കുക, ഇനി ചിലപ്പോൾ ചോദ്യം ചോദിക്കാം കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ചോദ്യം NCERT ലെവലിലേക്ക് മാറുകയാണെങ്കിൽ ചോദിക്കുന്നത് ഇതിൻ്റെ ഫോർമുല മാത്രം തരാം. CaC2+2H2O എന്താ കിട്ടുന്നത്? രണ്ട് കമ്പോണന്റ്, ഇതാണ് ഉണ്ടാവുന്നത്. ഒന്ന് C2H2, അതുപോലെ തന്നെ CaOH2. എന്താണ് C2H2 എന്ന് പറഞ്ഞാൽ അസ്റ്റലിൻ. ഓക്കെ, ഓർത്ത് വയ്ക്കുക, C2H2 അസ്റ്റലിൻ. ഓപ്ഷനിൽ ചിലപ്പോൾ എന്താ ഹൈഡ്രജൻ എന്ന് കാണത്തില്ല, H എന്ന് കാണും. അതുപോലെ തന്നെ അസറ്റിലിൻ എന്ന് കാണത്തില്ല, C2H2 എന്ന് കാണും, N എന്ന് കാണും, നൈട്രജൻ. എല്ലാത്തിൻ്റെയും ഫോർമുല മാത്രം കൊടുത്താൽ CO2 കാർബൺ ഡയോക്സൈഡ് എന്ന് കാണും. അപ്പോൾ ഓപ്ഷൻ മാത്രം കൊടുത്താൽ അല്ലെങ്കിൽ ഫോർമുല മാത്രം കൊടുത്താൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആയിപ്പോവും. അപ്പോൾ അതിനു വേണ്ടി ഇതിനും കൂടെ പഠിച്ചു വയ്ക്കുക. CaC2+2H2 ഗീവ്സ് C2H2+CaOH2 എന്ന് ഓർത്ത് വയ്ക്കുക. CaOH2 എന്ന് പറഞ്ഞാൽ കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്നുകൂടി ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് 3ാമത്തെ ചോദ്യവുമായി ബന്ധപ്പെട്ട് വരുന്ന റിലേറ്റ് ചെയ്ത് വരുന്ന ഫാക്ട്സുകൾ നമുക്ക് നോക്കാം. ഈ കപ്പൽ അപകടമാണല്ലോ ഇതിലെ റിലേറ്റീവ് ഫാക്ട് എന്ന് പറയുന്നത്. 2025 ജൂൺ 9 ഈ കപ്പൽ അപകടം നടക്കുന്നത്. കേരളത്തോട് അടുത്ത് നടന്നതാണ്. AV വാൻഹായ് 503, കപ്പലിന്റെ പേര് AV വാൻഹായ് 503. ശ്രീലങ്കയിലെ കൊളംബോയിൽ നിന്നാണ് യാത്ര തിരിച്ചത്. ഏകദേശം 620+ കണ്ടെയ്നറുമായിട്ട് യാത്ര തിരിച്ച കപ്പലാണ് ഇത് AV വാൻഹായ് 503 എന്ന് പറയുന്നത്. സിംഗപ്പൂർ പതാകയുള്ള ചൈനീസ് കപ്പൽ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഈ AV വാൻഹായ് 503 ബേപ്പൂർ അഴീക്കൽ തുറമുഖത്ത് പടിഞ്ഞാറ് ഭാഗത്തായി 135 കിലോമീറ്റർ ഉൾക്കടലാണ് ഈ സംഭവം നടക്കുന്നത്. കത്തിയമരുന്നത് കപ്പലിനെ വലിച്ചു കൊണ്ടുപോയി, അതായത് ഈ കത്തിന് ശേഷം കപ്പലിനെ വലിച്ചു കൊണ്ടുപോയ ടഗായിരുന്നു ബോക്ക വിങ്കർ. ജസ്റ്റ് ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഓർത്തു വയ്ക്കാൻ വേണ്ടി ബോക്ക വിങ്കർ എന്ന് ഓർത്തു വയ്ക്കാം. ഈ കപ്പൽ അപകടം നടക്കുമ്പോൾ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് ഉപയോഗിച്ച ഹെലികോപ്റ്റർ എന്ന് വെച്ചാൽ ഏത് ചേതക് ഹെലികോപ്റ്റർ എന്ന് കൂടി ഓർത്തു വയ്ക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത പോയിന്റിലേക്ക് പോവാം. അടുത്ത പോയിന്റ് ഇങ്ങനെയാണ്. ശ്രീലങ്കയിലെ കൊളംബോ തുറമുഖത്ത് നിന്ന് നവശിബിയിലേക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞുമാണ്. ഇതിനകത്ത് കത്താൻ സാധ്യതയുള്ള പാർട്ടുകൾ അല്ലെങ്കിൽ കണ്ടെയ്നറുകളെ എങ്ങനെ തിരിച്ചിരിക്കുന്നു എന്ന് ജസ്റ്റ് നോക്കി. തീപിടിക്കാൻ സാധ്യതയുള്ള ദ്രാവകങ്ങൾ ക്ലാസ് 3 ഘട്ടത്തിലും ക്ലാസ് 3 ആയിട്ട്, തീപിടിക്കാൻ സാധ്യതയുള്ള ഖരവസ്തുക്കൾ ക്ലാസ് 4.1, തനിയെ തീപിടിക്കാൻ സാധ്യതയുള്ള ഖരപദാർത്ഥങ്ങൾ ക്ലാസ് 4.2.
വിഷാംശമുള്ള വസ്തുക്കൾ ക്ലാസ് 6 എന്നിവയാണ് കണ്ടെയ്നർ ഉണ്ടായിരുന്നത്. ഇന്ത്യൻ നാവികസേന നടത്തിയ എന്താണ് രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള കപ്പൽ INS സത്ലജ് ഓർത്തു വയ്ക്കുക. ഈ കപ്പൽ ലൈസൻസ് വാൻഹായ് ലൈൻസ് കമ്പനിയാണ്, സിംഗപ്പൂറാണ്. 2005 ഇത് ഈ കപ്പൽ നിർമ്മിച്ചത് എന്നുകൂടി ഓർത്തു വയ്ക്കുക. ഓക്കെ, അടുത്ത് പഠിക്കേണ്ടത് എൽസ 3 ക്ലിയർ. എൽസ 3 ആണ് അടുത്ത് നടന്നൊരു അപകടം. കേരള തീരത്ത് നിന്ന് ലൈബീരിയൻ ചരക്ക് കപ്പലാണ് MSC എൽസ 3. 1997 നിർമ്മിച്ച കപ്പലായിരുന്നു എൽസ 3. 2025 മെയ് 24 ഈ അപകടം നടക്കുന്നത്. കൊച്ചി പുറംകടലിലാണ് ഈ അപകടം നടത്തുന്നത്. കേരള തീരത്തു നിന്നും 78 നോട്ടിക്കൽ മൈൽ അകലെ, അതായത് കിലോമീറ്റർ നോക്കണമെങ്കിൽ 70.3 കിലോമീറ്റർ എന്ന് ഓർത്തു വയ്ക്കുക. ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത് 1.8 കിലോമീറ്റർ എന്നുകൂടി 1.8 കിലോമീറ്റർ എന്നുകൂടി ജസ്റ്റ് ഓർത്തു വയ്ക്കുക. MSC എൽസ 3 കപ്പൽ അപകടത്തിന്റെ പാരിസ്ഥിതിക, സാമൂഹിക, സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ വിശദമാക്കുന്ന ധവളപത്രം പുറത്തിറക്കിയത് ആരെന്ന് വെച്ചാൽ ഗ്രീൻ പീസ് ഇന്ത്യ എന്നുകൂടി ഓർത്തു വയ്ക്കുക. ഓക്കെ, ഒഴുകിയെത്തുന്ന കണ്ടെയ്നറുകൾ തടയാൻ വേണ്ടിയുള്ള സംവിധാനമാണ് അറിയപ്പെടുന്നതാണ് ബൂം എന്നുകൂടി ഓർത്തു വയ്ക്കുക. ക്ലിയർ. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. അടുത്ത അതിൻ്റെ കൂടെ പഠിക്കേണ്ടത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖമാണ്. കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചത് എന്ന് പഠിക്കുക. 2 മെയ് 2025 ആരാണ് സമർപ്പിച്ചത്? ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതിൻ്റെ കൂടെ പഠിക്കുക കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൾ, കേരളത്തിലെ തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ എന്നുകൂടി ഓർത്തു വെച്ച് പഠിക്കാം. ഏറ്റവും വലിയ കപ്പലിന് എത്താൻ കഴിയുന്ന ഇന്ത്യയിലെ ആദ്യ രാജ്യാന്തര കണ്ടെയ്നർ ടെർമിനലാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ബാക്കിയുള്ള ഏത് തുറമുഖം, ഇന്ത്യയിലെ ഏത് തുറമുഖമായിരുന്നാലും ഏറ്റവും വലിയ കപ്പലുകൾക്ക് അടുക്കാൻ കഴിയില്ല. കാരണം നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞാൽ കപ്പൽ ചാലിനടുത്ത് വന്നിട്ട് വേറെ ചെറിയ കപ്പലിലേക്ക് എന്ത് ചെയ്യും, കണ്ടെയ്നർ കയറ്റി വെച്ച് ഏതാണ് തുറമുഖം ആ തുറമുഖത്തിലേക്ക് എത്തിച്ചുകൊണ്ടാണ് ഇരുന്നത്. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യണം, വേറെ വലിയ തുറമുഖങ്ങളിലേക്ക് ഇന്ത്യൻ കപ്പലുകൾ പോയി അവിടെ നിന്ന് ശേഖരിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പം നമുക്ക് നിലവിൽ എന്ത് ചെയ്യാം, വലിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്ന ഒരു തുറമുഖമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. പ്രകൃതിയാ തന്നെ ഏറ്റവും കൂടുതൽ ആഴമുള്ള തുറമുഖമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. അതുകൊണ്ട് തന്നെ ഈ ആഴം കൂട്ടുന്നതിന് വേണ്ടിയുള്ള പ്രക്രിയ നമുക്ക് എന്ത് ചെയ്യുക, കുറച്ചു മതി എന്നതാണ് വേറൊരു പ്രത്യേകത എന്നുകൂടി പഠിച്ചു വയ്ക്കാം. ഏറ്റവും അടുത്ത പോയിന്റ് 10 നോട്ടിക്കൽ മൈൽ അകലെ, അന്താരാഷ്ട്ര കപ്പൽ ചാലിൽ നിന്നും 10 നോട്ടിക്കൽ മൈൽ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്നത് നെയ്യാറ്റിൻകര താലൂക്കിലാണെന്ന് കൂടി ജസ്റ്റ് ഒന്ന് ഓർത്തു വയ്ക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ പങ്കാളിത്ത പദ്ധതിയാണ് ഇത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്നുകൂടി ഓർത്തു വയ്ക്കുക. വിഴിഞ്ഞം തുറമുഖം നിർമ്മാണത്തിൽ അദാനി പോർട്ടുമായി കരാർ ഒപ്പിട്ടത് ആരെന്ന് വെച്ചാൽ 2015 ഉമ്മൻചാണ്ടിയാണ്. ഉദ്ഘാടനം ചെയ്തതും ഉമ്മൻചാണ്ടിയാണ്. നിർമ്മാണം ആരെന്ന് ചോദിച്ചാൽ അദാനി പോർട്സ് ലിമിറ്റഡ് ആണ്. അദാനി വിഴിഞ്ഞം പോർട്ട് ലിമിറ്റഡ് ആണ്. സംസ്ഥാന സർക്കാരിന് വേണ്ടി നേതൃത്വം നൽകുന്നതാണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് അഥവാ വിസിൽ എന്ന് ഓർത്തു വയ്ക്കുക. ആദ്യ വാണിജ്യ കപ്പൽ എത്തിയത് എന്ന് വെച്ചാൽ 2024 ജൂലൈ 31 കൂടി ഓർത്തു വയ്ക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. പഹൽഗാം ഭീകര ആക്രമണമാണ്. അപ്പോൾ നടന്നത് 2025 ഏപ്രിൽ 22 പഹൽഗാം ഭീകര ആക്രമണം നടന്നത്. അതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് 8ാമത്തെ ചോദ്യം, C കോഡിലെ 8ാമത്തെ ചോദ്യം. പഹൽഗാം തീവ്രവാദ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ഒഴുക്കുന്ന ചിനാബ് നദിയിലെ നീരൊഴുക്ക് തടയാൻ അടച്ച ഡാം ഏത് എന്നാണ് ചോദ്യം. ഉത്തരം നിങ്ങൾക്ക് കിട്ടിയാണ് ബഗ്ലിഹാർ. ഏതാണ് ഓപ്ഷൻ? ബഗ്ലിഹാർ ആണ്. ആൻസർ നോക്കുകയാണെങ്കിൽ C ആണ് ഉത്തരം വരുന്നത്. 900 മെഗാവാട്ടാണ് ഈ ബഗ്ലിഹാർ ഹൈഡ്രോ പ്രോജക്റ്റിന്റെ സ്ഥാപിത ശേഷി എന്ന് പറയുന്നത്. 150 മീറ്റർ ഉയരമാണ് ഏത് ബഗ്ലിഹാർ അണക്കെട്ടിന്റെ ഉയരം. ഏത് നദിയിലെന്ന് ഇവിടെ തന്നെ കിട്ടി, ചിനാബ് നദിയിലാണെന്ന് ഓർത്തു വയ്ക്കാം. ഇതിൽ വേറൊരു ഡാമും കൂടി ഉണ്ട്, സലാൽ ഡാം ഏത് ചിനാബ് നദിയിലാണ്, സലാൽ ഡാം എന്നുകൂടി ഓർത്തു വയ്ക്കാം. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. ഒന്ന് നമുക്ക് പഠിച്ചു വയ്ക്കേണ്ടത് ഓപ്പറേഷൻ സിന്ദൂർ. പാകിസ്ഥാനിലെ പാക് അധിനിവേശ കാശ്മീരിലെ ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യൻ സൈനികർ നടത്തിയ നടപടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് ചോദിച്ചാൽ 2025 മെയ് 7.
അപ്പോൾ അതിൻ്റെ കൂടെ ലേറ്റസ്റ്റ് ഒരു കറണ്ട് അഫയേഴ്സ് കൂടെ പഠിച്ചു വയ്ക്കാം. ഓപ്പറേഷൻ മഹാദേവ് ശ്രീനഗറിനടുത്ത് ഡച്ചിങ്ഹ വനത്തിൽ വെച്ച് 2025 ജൂലൈ 28 ഈ പഹൽഗാം ഭീകരാക്രമണം നടത്തിയ തീവ്രവാദികളിലെ സൂത്രധാരൻ ഉൾപ്പെടെ എല്ലാവരെയും വധിച്ച ഓപ്പറേഷനാണ്, ഇന്ത്യൻ സൈനിക ഓപ്പറേഷനാണ് ഇത്. ഓപ്പറേഷൻ മഹാദേവ് എന്നുകൂടി ഈ അവസരത്തിൽ നിങ്ങൾ ഓർത്തു വയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് വരുന്ന 2-3 വിവരങ്ങൾ കൂടെ ഇതിന്റെ കൂട്ടത്തിൽ പഠിക്കാം. ഓപ്പറേഷൻ സിന്ദൂറിൽ ഉൾപ്പെട്ട സൈനികരുടെ ധീരതയും അസഹിഷ്ണുതയും ആദരിക്കുന്നതിനായി സംഘടിപ്പിച്ച സിന്ദൂർ യാത്ര എന്ന ഘോഷയാത്ര 2025 മെയ് 16 സംഘടിപ്പിച്ച സംസ്ഥാനം എന്ന് വെച്ചാൽ ഒഡീഷയാണെന്ന് ഓർത്തു വയ്ക്കുക. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിലെ പാക് അധിനിവേശ കാശ്മീരിൽ 9 ഇടങ്ങളിലാണ് ഇന്ത്യ മിസൈൽ ആക്രമണം നടത്തിയത്. അതിനെയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നറിയപ്പെടുന്നത്. മെയ് 7, 2025. ഇതിൽ പങ്കാളിയായത് ഇന്ത്യൻ കരസേന, നാവികസേന, വ്യോമസേനയുടെ സംയുക്ത ആക്രമണമായിരുന്നു. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, ഇത് വിശദീകരിച്ച് 2 വ്യക്തികളുണ്ട്. കരസേനയിലെ കേണൽ സോഫിയ ഖുറേഷിയും അതുപോലെ തന്നെ വ്യോമസേനയിലെ വിംഗ് കമാൻഡർ വ്യോമിക സിംഗ്. ഇത് ഓൾറെഡി ചോദിച്ച് കഴിഞ്ഞ ചോദ്യമാണ്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നിർദ്ദേശിച്ചത് ആരെന്ന് മോദി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്ന് ഓർത്തു വയ്ക്കാം. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ഇന്ത്യയിലെ സിവിൽ ഡിഫൻസ് അഭ്യാസമായ ഓപ്പറേഷൻ അഭ്യാസ് നടന്നത് മെയ് 7, 2025 കൂടി ഓർത്തു വയ്ക്കാം. അടുത്ത പോയിന്റിലേക്ക് പോവാം. പഠിക്കേണ്ടത് ഇന്ത്യ ഉപയോഗിച്ച ആയുധങ്ങൾ, ഈ ഓപ്പറേഷൻ സിന്ദൂറിലെ ഇന്ത്യ ഉപയോഗിച്ച ആയുധങ്ങളാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് S-400 സുദർശന ചക്രം. ഓക്കെ, മിസൈൽ പ്രതിരോധ സംവിധാനമാണ് S-400. മിസൈൽ പ്രതിരോധ സംവിധാനം, ഇന്ത്യയുടെ മിസൈൽ പ്രതിരോധ സംവിധാനമാണ് S-400. ഓക്കെ, അപ്പൊ ഏത് രാജ്യത്തു നിന്നാണ് ഇത് വാങ്ങിയത് എന്ന് ചോദിച്ചാൽ റഷ്യയിൽ നിന്നാണെന്ന് ഓർത്തു വയ്ക്കാം. 2018 ഈ കരാർ ഒപ്പിടുന്നത്. S-400 വാങ്ങാൻ വേണ്ടി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രധാനമന്ത്രി വ്ളാഡിമിർ പുടിൻ തമ്മിലാണ് ഈ കരാർ ഒപ്പുവെച്ച് 2018 ഓർത്തു വയ്ക്കുക. അടുത്ത് നാഗാസ്ത്ര 1, അത് ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച, തദ്ദേശീയമായി നിർമ്മിച്ച മിസൈലാണ്. നാഗാസ്ത്ര 1 എന്ന് പറയുന്നത് നാഗ്പൂരിലെ സോളാർ ഇൻഡസ്ട്രിയിലാണ് തദ്ദേശീയമായി നിർമ്മിച്ചത്. അടുത്ത ഹരോപ്പ് ഡ്രോണുകൾ, ഇസ്രായേലിലെ എയ്റോസ്പേസ് ഇൻഡസ്ട്രിയിൽ വികസിപ്പിച്ചതാണ് ഹരോപ്പ് ഡ്രോണുകൾ. അപ്പൊ ഇസ്രായേലിൽ നിന്നാണ് നമ്മളത് വാങ്ങിയത്. അടുത്ത റഫാൽ യുദ്ധവിമാനങ്ങൾ, മിറാഷ് ഫ്ലൈറ്റുകൾ ഇന്ത്യ ഉപയോഗിച്ചിരുന്നു. അത് ഏത് രാജ്യത്തു നിന്നാണ്? ഫ്രഞ്ചിൽ നിന്നാണ്, ഫ്രാൻസിന്റെയാണ് എന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ, ഫ്രാൻസിന്റെ ആണെന്ന് ഓർത്തു വയ്ക്കുക. ക്ലിയർ? അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം സിന്ധു നദീജൽ കരാർ, സിന്ധു നദീജല ഉടമ്പടി. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്, ഓർത്തു വയ്ക്കുക. ഇത് ചോദിക്കാൻ സാധ്യത, ഇതിന്റെ ബേസിലാണ് ഏത് ചോദ്യം വന്നതെന്ന്, കറണ്ട് അഫയേഴ്സ് ചോദ്യം വന്നതെന്ന് മനസ്സിലായി കാണും. ഓക്കെ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ലോക ബാങ്കിന്റെ, അതായത് ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് മധ്യസ്ഥതയിലുണ്ടാക്കിയ ജല വിതരണ കരാറാണ് സിന്ധു നദീജല ഉടമ്പടി അഥവാ ഇൻഡസ് വാട്ടർ ട്രീറ്റി എന്ന് പറയുന്നത്. ഏത് വർഷം എന്ന് ചോദിച്ചാൽ 1960 സെപ്റ്റംബർ 19 എവിടെ വെച്ച് ഒപ്പുവെച്ചു എന്ന് വെച്ചാൽ കറാച്ചി. ഓക്കെ, എവിടെയാണ്? കറാച്ചി. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ നഗരം എന്നറിയപ്പെടുന്ന കറാച്ചിയിൽ വെച്ചാണ് സിന്ധു നദീജല കരാർ ഒപ്പുവെക്കുന്നത്. ആരൊക്കെയാണ് ഒപ്പുവെച്ചത്? ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാനും. ആരുടെ മധ്യസ്ഥതയിൽ? വേൾഡ് ബാങ്കിന്റെ മധ്യസ്ഥതയിൽ. ഈ കരാർ പ്രകാരം എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? കിഴക്കോട്ടൊഴുകുന്ന ബിയാസ്, രവി, സത്ലജ് എന്നീ നദികളുടെ നിയന്ത്രണം ഇന്ത്യക്കും, പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ നിയന്ത്രണം പാകിസ്ഥാനും. പടിഞ്ഞാറോട്ടൊഴുകുന്ന സിന്ധു, ചിനാബ്, ചലം ഈ നദികളുടെ നിയന്ത്രണം പാകിസ്ഥാനും. ഇതായിരുന്നു 1960 സെപ്റ്റംബർ 19 ഇൻഡസ് വാട്ടർ ട്രീറ്റിയുടെ പ്രധാന കരാർ എന്ന് പറയുന്നത്. ഈ കരാർ 2025 ഏപ്രിൽ 23 ഇന്ത്യ മരവിപ്പിച്ചു. ഓർത്തു വയ്ക്കുക, ഇന്ത്യ എന്നാണ് ഈ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ 2025 ഏപ്രിൽ 23. 2025 ഏപ്രിൽ 22 എന്ത് നടന്നത്? പഹൽഗാം ഭീകരാക്രമണം. പാകിസ്ഥാന്റെ സഹായത്തോടെ തീവ്രവാദികൾ ഇന്ത്യയിലെ ജമ്മു കാശ്മീരിലെ പഹൽഗാമില് ഇന്ത്യൻ ടൂറിസ്റ്റുകളെ നേരെ നടത്തിയ ആക്രമണമായിരുന്നു പഹൽഗാം ഭീകരാക്രമണം.
അപ്പം 2025 ഏപ്രിൽ 22-നായിരുന്നു ആക്രമണം. 2025 ഏപ്രിൽ 23-ന് ഇന്ത്യ എന്ത് ചെയ്തു? ഇന്ത്യ സിന്ധു നദീജല കരാറ് മരവിപ്പിച്ചു എന്നുകൂടി ഓർത്തു വയ്ക്കുക. ക്ലിയർ? ഓക്കെ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. അതനുസരിച്ച് നമുക്ക് ബാക്കിയുള്ള കറണ്ട് അഫയേഴ്സ് 20 ചോദ്യങ്ങൾ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ കൃത്യമായിട്ടുണ്ടായിരുന്നു. അത് പല രീതിയിൽ ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.